ഹലോ കൂട്ടുകാരെ, നമ്മുടെ UK-ൽ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു. ഓട്ടം സീസൺ തുടങ്ങി. കഴിഞ്ഞ മാസം 22-ാം തീയതി ആയിരുന്നു കലണ്ടർ അനുസരിച്ച് ഓട്ടം സീസൺ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ ദിവസങ്ങളിലും ഇവിടുത്തെ ഓരോ മരങ്ങളിലും ഉള്ള ഇലകൾ അത് പൊഴിയുകയും അതുമല്ല ആ പൊഴിയുന്ന ഇലകൾ കാണാനായിട്ട് വളരെ മനോഹരമാണ്. ഞാൻ കുറച്ച് ഇതിൻ്റെ ഒരു ആദ്യത്തെ നിറം മാറുന്നത് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ നോർമലായിട്ടുള്ള മരങ്ങളാണ്. ഇത് ചില മരങ്ങൾ മാത്രമാണ് ഇങ്ങനെ നോർമലായിട്ട് നിൽക്കുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ മരങ്ങളും ഒരു പഴുത്ത നിറത്തിലേക്ക് മാറിയിട്ട് അതെല്ലാം പൊഴിയുന്നതായിരിക്കും. അപ്പം ഞാൻ അതിൻ്റെ ഓരോ ഭംഗികളും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഇത് കണ്ടോ, ഈ ഒരു മരം കണ്ടോ. ഇതൊരു പ്രത്യേക തരത്തിലുള്ള കളറാണിത്. സാധാരണ മഞ്ഞയാണ് കളറാവുന്നത്, പക്ഷേ ഈ ഒരു ഇങ്ങനത്തെ മരങ്ങൾക്ക് മാത്രം ഈ കളർ വരും. ഒരു വൈൻ റെഡ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ബീട്രൂട്ട് റെഡ്, അതിൻ്റെ ഒരു കളറാണ് ഈ മരത്തിന്. ഇത് കണ്ടോ, ശരിക്കും പച്ച നിറത്തിലുള്ള ഇലയായിരുന്നു. ഇനി അവിടെ നിന്ന് അതുപോലെയുള്ള കുറേ മരങ്ങൾ, ഒരു 10 മരങ്ങളുണ്ട് ഇവിടെ. ഈ മരമാണെങ്കിൽ അത്രയ്ക്ക് വൈൻ റെഡ് ആയിട്ടില്ല, അത് ആവാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ പാട്ടുകളൊക്കെ ഓർമ്മ വരും അല്ലേ നമുക്ക്, ഇല പൊഴിയും ശിശിരത്തിൽ എന്നൊക്കെ പറഞ്ഞ പാട്ടില്ലേ. ഇതിൻ്റെ കുറച്ച് ഇലകൾക്ക് മാത്രമാണ് കളർ വന്നിരിക്കുന്നത്. ബാക്കി ഇലകളെല്ലാം പച്ചയായിട്ട് തന്നെ നിൽക്കുന്നു. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ഒന്നല്ലെങ്കിൽ മഞ്ഞ അല്ലെങ്കിൽ ഈ നിറം തന്നെയായിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഇലകളെല്ലാം ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കാണാം. ഞാൻ അതും ഒരു ഫോട്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് തരാം കേട്ടോ. കാരണം UK-ൽ വരാൻ ആഗ്രഹിക്കുന്നവർക്കും വരാൻ പറ്റാത്തവർക്കുമായിട്ടാണ് ഇത്. ഇതിന് മുൻപുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇവിടുത്തെ ഒരു ശരിക്കും പച്ച നിറത്തിലുള്ള നല്ലൊരു നേച്ചറാണല്ലോ ഇവിടുത്തെ ശരിക്കും. അപ്പോൾ അതിൽ നിന്ന് മാറി ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ ഇതാണ്. ഈ മരം അതിൻ്റെ തന്നെ സെയിം ട്രീ ആണിത്. ഇത് കണ്ടോ, ഇതിനകത്ത് ഈ നിറമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചില ഇലകൾക്ക് ചിലത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ വേറെ വ്യത്യാസമുണ്ട്. ഇത് പച്ചയായിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോൾ ഒരു മരത്തിൽ തന്നെ നമ്മുടെ ഒരു വീട്ടിൽ തന്നെ ഒരു മക്കൾ കൂടുതലുണ്ടെങ്കിൽ പല സ്വഭാവക്കാരുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഒരു മരത്തിൽ തന്നെ പല നിറത്തിലുള്ള ഇലകളാണുള്ളത്. ഇനി ഇതേ അതിൻ്റെ തന്നെ വേറെ ഒരെണ്ണം, അത് പച്ചയാണ്. ഇതെല്ലാം ഇങ്ങനെ നിരത്തി ഇങ്ങനെ ഇവിടെ നട്ടിരിക്കുവാണേ. ഇത് ആ ഒരു വണ്ണാത്തിപ്പുഴ എന്നൊക്കെ ഞാൻ പറയാറില്ലേ, അതിൻ്റെ തീരത്താണ് കേട്ടോ ഇത് അങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇത് നോക്കിയേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഷ്ടം പോലെ അങ്ങേയറ്റം വരെ നല്ല വിവിധ നിറത്തിലുള്ള മരങ്ങളും അതിൽ ഭംഗിയുള്ള ഇലകളും കൊമ്പുകളും ഒക്കെയായിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള ദിനങ്ങളെല്ലാം ഇതുപോലെയുള്ളതായിരിക്കും ഞങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മരങ്ങളൊക്കെ നിങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്, നല്ല പച്ച നിറത്തിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ആദ്യത്തെ ചേഞ്ചാണ് ഈ കാണുന്നത്. ഇതുപോലെ ഈ ചെറിയ മഞ്ഞയിലേക്ക് ആദ്യം പോകും. ഇത് കണ്ടോ, എന്നിട്ട് ഈ കുറച്ചിലകൾ ഓൾറെഡി താഴെ വീണ് കിടപ്പുണ്ട്. ഇത് ഒരു 1 വീക്ക് 2 വീക്ക് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒന്നും ഈ ഒരു തരി മണ്ണ് പോലും കാണാത്ത രീതിയിൽ നിറയെ മഞ്ഞയിലകളായിരിക്കും. ഇത് കണ്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. ഇത് എന്നിട്ട് ഒരു മാസത്തിനുള്ളിൽ ഈ ഇലകളെല്ലാം പൊഴിഞ്ഞ് ഇത് വെറും ഉണക്ക കൊമ്പുകളായിട്ട് മാത്രം നിൽക്കും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഓട്ടം സീസൺ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലും ഇങ്ങനെ തന്നെ ഉണ്ടാവും, നമ്മളെനിക്കൊന്ന് ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശരിക്കും പ്രോപ്പർ വിൻ്ററിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഒരു സൈഡിലുള്ള ഭംഗിയുള്ള മരങ്ങൾ മഞ്ഞയായിട്ട് മാറുന്ന ഒരു രംഗം. അടുത്തൊരു ഭംഗിയുള്ള മരം കാണിക്കാമേ. ഇത് നോക്കിയേ, അയ്യോ എന്ത് രസമല്ലേ കാണാനായിട്ട്, എല്ലാം മഞ്ഞ നിറത്തിൽ. ശരിക്കും പറഞ്ഞാൽ മൾബറിയാണ് ഈ മരം. ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളിതിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ പറിച്ച് കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നിറം നോക്കിയപ്പം നമ്മുടെ നാട്ടിൽ മൾബറി ഉള്ള ആരുടെയെങ്കിലും വീട്ടിൽ ഇതുപോലെ തന്നെ മഞ്ഞ നിറം ആവുമെന്നൊന്ന് നോക്കണേ. ഏത് സമയത്താണെന്നറിയില്ല, ഒന്ന് നോക്കണം കേട്ടോ. ഇത് നോക്കിയേ, ഈ മരത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ഇലകളും മഞ്ഞയായി കഴിഞ്ഞു. ആ ഒരു കൊമ്പ് മാത്രം ആവാനുണ്ട്. പിന്നെ അത് ഇവിടെയും ആയിട്ടില്ല, ഇവിടെയും ആയിട്ടില്ല. ഇതിനിപ്പം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ താഴെ ഈ ഇലകളെല്ലാം പൊഴിഞ്ഞ് ഇവിടെ ശരിക്കും ഒരു മഞ്ഞ പട്ടുസാരി പോലെ കിടക്കും. ഞാൻ ആ എപ്പിസോഡും ഇടാം കേട്ടോ, ഒന്ന്
നിങ്ങൾക്ക് അകലങ്ങളിലിരിക്കുന്നവർക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളോട് വന്ന പോലെ ആവില്ലേ